ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വറിന് ബോബി ചെമ്മണ്ണൂരിന്റെ ഗതിയോ? അറസ്റ്റ് ഭയന്ന് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി. സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ ഇന്ന് കേസെടുത്തേക്കും. എറണാകുളം സെൻട്രൽ പോലീസിലാണ് നടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. അതേസമയം അറസ്റ്റ് ഭയന്ന് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. രാഹുലിനെതിരെ പരാതി നൽകിയ കാര്യം സമൂഹ മാധ്യമത്തിലൂടെയാണ് നടി ഹണി റോസ് വ്യക്തമാക്കിയത്. കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നടി തുറന്നടിച്ചത്. തന്നെയും കുടുംബത്തെയും കടുത്ത മാനസിക സംഘർഷത്തിലേക്കാണ് രാഹുൽ തള്ളിവിടുന്നതെന്നും അയാൾ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ലെന്നും നടി കുറിപ്പിൽ പറഞ്ഞു. തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ, തന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും തനിക്കെതിരെ പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന, എന്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങി എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ്. രാഹുൽ ഈശ്വറിനെ പോലുള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും. അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി, പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്ന് ഹണി റോസ് വ്യക്തമാക്കി. ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് അവർക്കെതിരായ അശ്ലീല പരാമർശങ്ങൾക്കും അധിക്ഷേപത്തിനും കാരണം എന്നാണ് രാഹുൽ ഈശ്വർ ആരോപിച്ചത്. ബോച്ചെ പറഞ്ഞ തമാശ പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നത് ശരിയാണോ എന്നും രാഹുൽ ചോദിച്ചിരുന്നു. അതേസമയം ഹണി റോസ് തനിക്കെതിരെ പരാതിപ്പെടാൻ മാത്രം അവർക്കെതിരെ യാതൊരു ലൈംഗിക അധിക്ഷേപവും താൻ നടത്തിയിട്ടില്ലെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. താനൊരു അഭിഭാഷകനാണെന്നും കോടതി അനുവദിച്ചാൽ തന്റെ കേസ് സ്വയം വാദിക്കുമെന്നും രാഹുൽ പറഞ്ഞു. ഈ വിവാദത്തിൽ രാഹുലിനെതിരെ നടി ശ്രിയ രമേശ് രംഗത്ത് വന്നിരിക്കുകയാണ്. സ്ത്രീകൾ എന്തു വേഷം ധരിക്കണം, ശരീരത്തിന്റെ ആകൃതി എങ്ങനെ രൂപപ്പെടുത്തണം എന്നൊക്കെ രാഹുൽ ഈശ്വറാണോ തീരുമാനിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്രിയ ചോദിക്കുന്നു. ശ്രിയ രമേശിന്റെ പ്രതികരണം: പെണ്ണുടലിന്റെ അഴിവുകളെപ്പറ്റി പുരാണങ്ങളിലും വിവിധ കാവ്യങ്ങളിലും ശില്പങ്ങളിലും ധാരാളം കേൾക്കുവാനും കാണുവാനും സാധിക്കും. അതൊക്കെ റദ്ദ് ചെയ്യണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുമോ? ചുറ്റികയുമായി മലമ്പുഴയിലെ യക്ഷിയെയും അതുപോലെ ഖുജരാഹയിൽ ഉൾപ്പെടുന്ന വിവിധ ക്ഷേത്രങ്ങളിലെയും ഉള്ള ശില്പങ്ങൾ തകർക്കുവാൻ ഇയാൾ പുറപ്പെടുമോ? പഴയ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സാലഭഞ്ജികൾക്ക് മാക്സി ഇടിയിക്കുമോ? ഹണി ഉൾപ്പെടെ സ്ത്രീകൾ തന്റെ ശരീരത്തിന്റെ ആകൃതി എങ്ങനെ രൂപപ്പെടുത്തണം, എന്ത് വേഷവിധാനം ചെയ്യണം എന്നത് നിശ്ചയിക്കേണ്ടത് രാഹുൽ ഈശ്വറാണോ? വ്യക്തി സ്വാതന്ത്ര്യം എന്നത് എന്താണ് എന്ന് ഇയാൾക്കറിയില്ലേ? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആണും പെണ്ണും തമ്മിൽ സൗഹൃദമോ പ്രൊഫഷണൽ ബന്ധമോ ഉണ്ടാവുക സ്വാഭാവികമാണ്. എത്ര അടുപ്പമുണ്ടായാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ തനിക്ക് അലോരസം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുവാനും ആവശ്യമെങ്കിൽ പരാതി നൽകുവാനും സ്ത്രീക്ക് അവകാശമുണ്ട്. ഹണിയും അതേ ചെയ്തുള്ളൂ. അതിന് അവരുടെ വസ്ത്രധാരണ മുതൽ അഭിനയിച്ച സിനിമയിലെ രംഗങ്ങൾ വരെ എടുത്ത് അരോചകവും സ്ത്രീവിരുദ്ധവുമായ വിമർശനങ്ങളുമായി ചാനലുകൾ തോറും കയറി ഇറങ്ങി പ്രതികരിക്കുവാൻ നടക്കുന്നു. കുറ്റാരോപിതനേക്കാൾ സ്ത്രീവിരുദ്ധതയാണ് അതിൽ പലതും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയിൽ റേപ്പ് സീനിലോ ഇന്റിമേറ്റ് രംഗങ്ങളിലോ അഭിനയിച്ചാൽ ആ നടിയെ പൊതുസമൂഹത്തിൽ ആർക്കും റേപ്പ് ചെയ്യുവാനോ തോന്നിയവാസം പറയുവാനോ അവകാശം ഉണ്ടെന്ന തരത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്ത് തെമ്മാടിത്തരവും സ്ത്രീവിരുദ്ധതയുമാണ്. അത്തരക്കാരെ ചർച്ചയിൽ നിന്ന് അവതാരകർ എന്തുകൊണ്ട് ഇറക്കി വിടുന്നില്ല എന്നാണ് ചോദിക്കുവാനുള്ളത്. മാധ്യമ ചർച്ചകൾ നയിക്കുന്നവരോട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, അന്ത്യചർച്ചകളിൽ രാഷ്ട്രീയക്കാരുടെ പോർവിളികളും വർഗീയത പറച്ചിലും അസഹനീയമാണ്. അത് സമൂഹത്തെ വിഷലിപ്തമാക്കുന്നുണ്ട്. അതിന്റെ കൂടെ സ്ത്രീവിരുദ്ധത കൂടെ പറയുവാൻ അവസരം ഒരുക്കരുത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആഭാസത്തരം പറയുവാൻ അവസരം നൽകരുത്.